സാധാരണ അയ്യപ്പ ഭക്തന്മാരുടെ അവകാശം ലംഘിക്കരുതെന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം ലംഘിക്കുകയാണ് ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമ ദിവസം വെർച്വൽ ക്യൂ സ്ലോട്ട് അഞ്ചിലൊന്നായി കുറച്ചു. 19-20 തീയതികളിൽ 10,000 ഭക്തർക്ക് മാത്രമാകും പ്രവേശനം അനുവദിക്കുക. അയ്യപ്പ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ദർശനമൊരുക്കാനാണ് നിയന്ത്രണം. MG പ്രതീഷ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ആ വിഷയത്തിൽ കോടതി കൃത്യമായ നിലപാടും നിർദ്ദേശവും നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുമാത്രമല്ല, ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കിയതിൽ ഹൈക്കോടതിയിൽ നിന്ന് കഷ്ടിച്ച് മാപ്പ് പറഞ്ഞ് സർക്കാർ തടിയൂരിയതാണ്. പിന്നെയും ഹൈക്കോടതിയുടെ കടുത്ത വിമർശനങ്ങളിലേക്ക് നയിക്കുന്ന നടപടികൾ ദേവസ്വം ബോർഡ് ചെയ്യുകയാണോ പ്രതീഷ്? അയ്യപ്പ ഭക്തരുടെ അവകാശം ലംഘിക്കരുത്. സാധാരണ അയ്യപ്പ ഭക്തരുടെ കാര്യം, അയ്യപ്പ ഭക്തരുടേതാണ് ശബരിമല, അല്ലെങ്കിൽ വരുന്ന പ്രതിനിധികളുടേതല്ല. അത് അയ്യപ്പ ഭക്തരുടേതാണ് ശബരിമല, അയ്യപ്പൻ. അപ്പോൾ അവരുടെ അവകാശം ലംഘിക്കരുത് എന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. ആ ഹൈക്കോടതി നിർദ്ദേശം ലംഘിക്കുന്ന ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഘം നടക്കുന്ന ദിവസം വെർച്വൽ ക്യൂ സ്ലോട്ട് 5-1 കുറയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗണ്യമായി കുറയ്ക്കുകയാണ്. 19-20 തീയതികളിൽ ആകെ 10,000 ഭക്തർക്ക് മാത്രമാണ് പ്രവേശനം. ഈ വരുന്ന അയ്യപ്പ സംഗമത്തിനെത്തുന്ന ആ പ്രതിനിധികൾ അവരാര് ഏത് എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എത്തുന്ന പ്രതിനിധികൾക്ക് അവർക്ക് വന്ന് ദർശനം ഒരുക്കി പോകാനാണ്, സുഖമായി പ്രശ്നമുണ്ടാവുന്ന ദർശനം ഒരുക്കി പോകാനാണ് ആ നിയന്ത്രണം ഉണ്ടാവുന്നത്. സാധാരണ അയ്യപ്പ ഭക്തരെയാണ് അവിടെ തടയാൻ പോകുന്നത്. MG പ്രതീഷ് ആ വാർത്തയുടെ ഒരു ചേർന്നു. പ്രതീഷ്, കോടതിയിലേക്ക് പോയാൽ പിന്നെയും കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വർണ്ണപ്പാളിക്ക് പിന്നാലെ. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി പച്ചക്കൊടി നൽകുമ്പോൾ കർശനമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ സാധാരണ ഭക്തർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നതായിരുന്നു കോടതിയുടെ സുപ്രധാനമായ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസവും അതിന്റെ തലേ ദിവസവും വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നത്. 5-1 കുറച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ സ്ലോട്ടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ മാസപൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ 50,000 സ്ലോട്ടുകളാണ് അനുവദിച്ചിരുന്നത്. പക്ഷേ 19-20 തീയതികളിൽ 10,000 സ്ലോട്ടുകളായി കുറച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ലോട്ടുകൾ ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ഈ 19-20 തീയതികളിൽ വളരെ കുറച്ച് ഭക്തർക്ക് മാത്രമാണ് ഇനി പ്രവേശനം നേടാൻ കഴിയുക. 1,300ഓളം തീർത്ഥാടകർക്ക് മാത്രമാണ് ഇനി 20-ാം തീയതി, അതായത് അയ്യപ്പ സംഗമം നടക്കുന്ന ആ ദിവസം പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതായത് നേരത്തെ 5,000 ഇത് നിജപ്പെടുത്തിയിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 5,000-ൽ നിന്ന് പിന്നീട് അത് 10,000-ആയി ഉയർത്തിയത്. പക്ഷെ അപ്പോഴും ഈ സാധാരണഗതിയിലുള്ള 50,000 സ്ലോട്ടുകളിൽ നിന്ന് ഈ 5-1 കുറച്ചതിന്റെ കാരണമാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത്. അതാ ഈ അയ്യപ്പ സംഗമത്തിൽ എത്തുന്ന VIP പ്രതിനിധികൾക്ക് പ്രവേശനം നേടാനാണ്, അല്ലെങ്കിൽ അവർക്ക് സുഗമമായ ദർശനം ഒരുക്കാനാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ദേവസ്വം ബോർഡ് കൊണ്ടുവന്നത് എന്നതാണ് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 20-ാം തീയതി രാവിലെ 10 മുതൽ 11 വരെ 56 സ്ലോട്ടുകൾ മാത്രമാണ് നിലവിൽ അവശേഷിച്ചിരിക്കുന്നത്. 11 മണി മുതൽ 12 മണി വരെ പരിശോധിച്ചാൽ 285. പിന്നീട് ആ സ്ലോട്ട് ബുക്കിംഗ് ഒന്ന് കയറി നോക്കിയാൽ പ്രതീക്ഷിത ഇവിടെ 16-ാം തീയതിയുടെ കണക്കതിൽ കിടപ്പുണ്ട്. അതിൽ 5 മുതൽ 6 വരെ അവൈലബിലിറ്റി 2,366 ആണെങ്കിൽ അത് 19-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 19-ാം തീയതി എടുക്കുമ്പോൾ അവൈലബിലിറ്റി 115 മുതൽ 16 വരെ എന്ന് പറഞ്ഞാൽ ആ സമയം ഗണ്യമായി കുറയുകയാണ്, വളരെ ഗണ്യമായി കുറയുകയാണ്. 20-ാം തീയതിയൊക്കെ വരുമ്പോൾ അതിലും പിന്നെ കുറയാണ്. എന്ന് പറഞ്ഞാൽ 10 മുതൽ 11 വരെ അവൈലബിലിറ്റി 56 കാണിക്കുന്നത്, 11 മുതൽ 12 285 കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ ഈ സ്ലോട്ടുകൾ ഇങ്ങനെ ഗണ്യമായി കുറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ടോ? കോടതിയിൽ വിശദീകരിക്കേണ്ടി വരില്ലേ? ഹാഷ്മി, തീർച്ചയായും. കാരണം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത നിയന്ത്രണമാണ് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ പോലും പറഞ്ഞത് അത്തരത്തിൽ ഒരു നിയന്ത്രണവും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ഈ തെളിവുകൾ തന്നെ ഇപ്പോൾ കൺമുന്നിലുണ്ട്. കാരണം ഈ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 16, 17, 18 തീയതികളിലെ സ്ലോട്ടുകളും 19, 20 തീയതികളിലെ സ്ലോട്ടുകളും പരിശോധിക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള കർശന നിർദ്ദേശം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു. അയ്യപ്പ സംഗമം നടത്താം, പക്ഷെ അത് ഭക്തരെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നതായിരുന്നു. പക്ഷേ ഇത് ഭക്തരെ ബാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് നടത്തിയൊരു വിശദീകരണം, സാധാരണഗതിയിൽ ഈ മാസപൂജകൾക്ക് ശബരിമലയിൽ 10,000-ൽ താഴെ
ഭക്തർ മാത്രമാണ് എത്തുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകിയത്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ 50,000 സ്ലോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 10,000-ആയി നിജപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡ് എന്ത് മറുപടി പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ അയ്യപ്പ സംഗമത്തിന് എത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് വളരെ സുഗമമായ രീതിയിൽ ദർശനം ഒരുക്കാനാണ് ഇത്തരത്തിൽ സാധാരണ ഭക്തരെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഇനി ഈ കൂടുതൽ സ്ലോട്ടുകൾ അനുവദിക്കുമോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് എന്ത് വിശദീകരണമാണ് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം അവിടെ നടക്കുന്നത്. അവിടെ എത്തുന്ന പ്രതിനിധികൾക്കും ഈ ശബരിമലയിൽ ദർശനം നടത്താനുള്ള ക്രമീകരണം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഭാഗമായി കൂടി സാധാരണ ഭക്തർക്ക് അതിൽ നിയന്ത്രണം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.